ചരിത്രത്തിൻ്റെ ക്ഷുഭിത ചലനങ്ങളിലൂടെ ധീരമായി നടന്നു മുന്നേറിയ കഥാകാരൻ ശ്രീ പൊൻകുന്നം വർക്കി. ഇദ്ദേഹം ചരിത്രവേഗങ്ങളുടെ സാക്ഷി മാത്രമല്ല, ചാലകനുമാണ്. ദരിദ്രമായ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച പൊൻകുന്നം വർക്കി അനുഭവിച്ച ദുരിതങ്ങളുടെ പ്രതികാരത്തിന് കഥകൾ അദ്ദേഹത്തിൻ്റെ നേരെ ഒരു രാജവീഥി തുറന്നു കാണിച്ചു. എന്നിലുള്ള രചനാവാസന എന്ന് പറഞ്ഞ് എന്നിലൊന്നുകൊണ്ട് ആ വാസന പ്രേരിപ്പിച്ച് എഴുതാൻ കൊള്ളാവുന്നതെന്ന് തോന്നാവുന്ന സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യും. താൻ ജീവിക്കുന്ന കാലത്തോടുള്ള പ്രതിഷേധ സ്വരങ്ങളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ രചനകൾ. വായനയിൽ നിന്ന് കിട്ടിയ പ്രേരണ ധാരാളം വായിക്കുമായിരുന്നു. കഥകളിൽ നൂറുമേനി വിളവെടുത്ത ഈ കർഷകൻ വാചാലനല്ല, കുറച്ചു പറയുകയും ഏറെ ധ്വനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി. വാർദ്ധക്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഏകാന്തതയെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹം ഏറെയൊന്നും പറയുവാൻ തയ്യാറായിരുന്നില്ല. എന്തെങ്കിലും ചോദിക്കണം, നിങ്ങൾക്ക് ഇത്ര നിർബന്ധം എന്തെന്നോ? ദുരിതം നിറഞ്ഞ ബാല്യകൗമാരത്തിൻ്റെ ഓർമ്മകളിലേക്ക് അദ്ദേഹം ഒരു നിമിഷം നിശബ്ദൻ. കുട്ടിക്കാലത്ത് വാത്സല്യം എന്തെന്നറിഞ്ഞിട്ടില്ല. അമ്മയിൽ നിന്നുപോലും ലാളിത്യത്തിൻ്റെ സിക്തഭാവങ്ങൾ ലഭിച്ചിട്ടില്ല. കുളിക്കാൻ പോയാൽ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുമെന്നോ റോഡിലിറങ്ങിയാൽ മോട്ടോർ മുട്ടുമെന്നോ പേടിക്കുന്ന സ്നേഹത്തിൻ്റെ കരുതൽ നടപടികൾ ഒരിക്കൽ പോലും പ്രവർത്തിച്ചില്ല. വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഫീസും ആഹാരവും തരാൻ വിഷാദഭാരത്തോടുകൂടി ബുദ്ധിമുട്ടുന്ന അമ്മയുടെ നിസ്സഹായാവസ്ഥയാണ് ആ കൊച്ചു ഹൃദയത്തിൽ ചിരട്ടത്തീ കത്തിച്ചിരുന്നത്. ചൂടേറിയ അന്നത്തെ ദിവസങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ ഇന്നും ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും നെടുവീർപ്പുകൾ ഉയരുന്നുണ്ടാവാം. അനുഭവിച്ചതും അനുഭവിക്കുന്നതുമായ സമകാലിക യാഥാർത്ഥ്യങ്ങളോട് കണക്കു തീർക്കേണ്ടതുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. താൻ പണികഴിപ്പിച്ച വീട്ടിൽ ഏകാന്തതയോടും ഓർമ്മകളോടും സല്ലപിച്ചു കഴിയുന്ന ഇദ്ദേഹം വല്ലപ്പോഴും എത്തുന്ന മകളോട് ഹൃദയം തുറന്ന് സംസാരിച്ചു തുടങ്ങി. ഒരു വേദന ഉത്ഭവിക്കാനും വികസിക്കാനും അധികം സമയം വേണം. ഇന്നത്തെ അറസ്റ്റിനെ പറ്റിയൊക്കെ അച്ചാച്ചി വല്ലതൊക്കെ ഓർക്കുന്നുണ്ടോ? പിന്നെ നിറഞ്ഞ് ഇതിൻ്റെ അനുഭവമൊക്കെ ഞാൻ മറന്നിട്ടില്ല. ആ ഗേറ്റിൽ വാതിൽ തുറന്നിട്ട് അങ്ങോട്ട് കയറിപ്പോ. അല്ല, ചാച്ചി എവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്? വീട്ടിൽ നിന്ന്. ഇന്ന് വീട്ടിൽ വേറെ ആരുണ്ടായിരുന്നു ഇന്നലെ? അന്ന് വീട്ടിൽ എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ആരുമില്ലായിരുന്നു. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അമ്മയില്ലായിരുന്നു വീട്ടില്? ഉണ്ടായിരുന്നു. അമ്മയുണ്ട്, പിന്നെ ആരുണ്ട്? തങ്കച്ചനൊന്നും അത്ര പ്രായമായില്ലായിരുന്നു. ഒരു ചിന്തിച്ച് ദുഃഖിക്കത്തക്കവണ്ണം മക്കളാരും വളർന്നിട്ടില്ലായിരുന്നു.
അമ്മ അന്നേരം എന്നാ ചെയ്ത ചാച്ചിയെ കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോ അമ്മ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ അമ്മ കരഞ്ഞു. ചാച്ചിക്ക് സങ്കടം തോന്നി അന്ന്? എനിക്ക് സങ്കടം തോന്നിയൊന്നും എൻ്റെ മനസ്സ് പൊട്ടിപ്പോയില്ലേ.